കേരളത്തിൽ CPM നേരിടുന്ന പ്രതിസന്ധികൾ അക്കമിട്ട് ചൂണ്ടിക്കാണിക്കുന്നതാണ് 24ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം. കേരളത്തിലെ മതസാമുദായിക ശക്തികൾക്കിടയിൽ CPMന് സ്വാധീനം പോകുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രമേയം. ആനുകാലിക രാഷ്ട്രീയത്തിൽ CPMന് അടിതെറ്റുന്നത് എവിടെയാണെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിൽ BJPയെ നേരിടുന്നതിൽ പാർട്ടിക്ക് ആശ്വാസപരമായ വീഴ്ചയുണ്ടായെന്നും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമായെന്നും CPM കേരളത്തിൽ ന്യൂനപക്ഷ സമുദായത്തിനിടയിലുള്ള പാർട്ടിയുടെ സ്വാധീനം തടയാൻ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ശ്രമിക്കുന്നതായും CPM വിലയിരുത്തുന്നു. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ സ്വാധീനം തിരിച്ചുപിടിക്കേണ്ട ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഹിന്ദുത്വ ശക്തികളുടെ നിരന്തര ആക്രമണത്തിനെതിരാകുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒറ്റപ്പെടലും ആശങ്കകളും മുതലെടുക്കാൻ ഇരു സംഘടനകളും ശ്രമിക്കുന്നു. രാജ്യത്ത് മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ തങ്ങളുടെ സ്വാധീനം വികസിപ്പിക്കാനാണ് ഇരു സംഘടനകളുടെയും ശ്രമമെന്നും 24ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ CPM ചൂണ്ടിക്കാണിച്ചു. ദേശീയ തലത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പിന്തുണ നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും വിലയിരുത്തുന്നു. ന്യൂനപക്ഷ തീവ്രവാദത്തെ അധികാരത്തിലുള്ള ഹിന്ദുത്വ വർഗീയ ശക്തികളുമായി താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഭൂരിപക്ഷ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇവർക്കുള്ള പങ്ക് അവഗണിക്കാനുമാകില്ല. അതേസമയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ മാത്രം BJPയെയും RSSനെയും ഒറ്റപ്പെടുത്താനോ പരാജയപ്പെടുത്താനോ കഴിയില്ലെന്ന് ഹിന്ദുത്വത്തെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് വിശദീകരിച്ചിട്ടുള്ള ഭാഗത്തിൽ പറയുന്നു. കേരളത്തിൽ BJPയെ എതിരിടുന്നതിൽ പാർട്ടിക്ക് ആശയപരമായ വീഴ്ചയുണ്ടായെന്നും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമായെന്നും CPM വിലയിരുത്തുന്നു. ന്യൂനപക്ഷ വർഗീയത വളരുന്നത് ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുകയുള്ളൂ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിലും യാഥാസ്ഥിതിക ശക്തികളെ ചെറുത്ത് അവരെ മതേതര ധാരയിൽ അണിനിരത്തുന്നതിലും ഇടതു ജനാധിപത്യ കക്ഷികൾ നിലകൊള്ളണം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ യോജിച്ചുള്ള പ്രവർത്തനത്തെയും കേന്ദ്രത്തിന്റെ ശത്രുതാപരമായ സമീപനത്തെയും ഒറ്റയ്ക്ക് എതിരായിട്ടാണ് LDF സർക്കാർ വിജയകരമായി തന്നെ രണ്ടാം തവണ നേരിട്ടുകൊണ്ട് മുന്നോട്ടു പോകുന്നത്. അതിദാരിദ്ര്യം ഇല്ലാതാക്കാനും എല്ലാവർക്കും വീട് ലഭ്യമാക്കാനും കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പാവപ്പെട്ടവരുടെയും തൊഴിലാളി വർഗത്തിന്റെയും ക്ഷേമത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ കോൺഗ്രസ് അടക്കമുള്ള മതേതര ശക്തികളുടെ വിശാല ഐക്യനിര കെട്ടിപ്പടുക്കുകയെന്ന രാഷ്ട്രീയ അടവ് നയത്തിൽ മാറ്റമില്ലെന്നാണ് CPMന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നത്. 2022 കണ്ണൂരിൽ ചേർന്ന 23ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ അടവ് നയത്തിൽ പാർട്ടി മാറ്റം വരുത്തിയിട്ടില്ല. മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഏപ്രിൽ 2 മുതൽ 6 വരെ തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് പ്രമേയം കൊൽക്കത്തയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ് അംഗീകരിച്ചത്. ഭേദഗതികൾ സഹിതമാകും പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുക. 3 ഘടകങ്ങളാണ് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ. പാർട്ടിയുടെ സ്വതന്ത്ര ശക്തി വളർത്തിയെടുക്കുക വഴി ഇടതുപക്ഷ സ്വാധീനം ശക്തിപ്പെടുത്തുക, BJPയുടെ നയങ്ങൾക്കും പരിപാടികൾക്കുമെതിരെ എല്ലാ ജനാധിപത്യ ശക്തികളെയും അണിനിരത്തുക, BJP വിരുദ്ധ വോട്ടുകളുടെ ഏകോപനത്തിന് മതേതര ശക്തികളുടെ വിശാല ഐക്യനിര. BJPക്കെതിരായ പോരാട്ടത്തിൽ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിനെ ഒഴിച്ചു നിർത്താനാവില്ലെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. മതേതര ജനാധിപത്യ കക്ഷികളുടെ വിശാല ഐക്യനിരകളുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസിനോടുള്ള സമീപനത്തെ പാർട്ടി വിലയിരുത്തുന്നത്.